ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളിവിടെ എവിടെ പോകണമെന്ന് വെച്ചാൽ തമിഴ്നയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇവൻ ആദ്യമായിട്ട് എൻ്റെ മോനെ എഴുതിക്കാൻ പോവുകയാണ്. ആദ്യകാലമാണ് എഴുതിപ്പിക്കുന്നത്. ഈ പൂജവെപ്പിന് എഴുതിക്കാൻ പറ്റിയില്ല. അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചതുകൊണ്ടാണ്. പിന്നെ നമ്മൾ രാവിലെ ഒരു 6 മണി 6:15 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത്. അവിടെ നിന്ന് അമ്മയും അച്ഛനും ചേട്ടനും കൂടി അവിടെ നിന്ന് വന്നു. 7:15 രസീത് എടുക്കണമായിരുന്നു. 7:15 വരെ കണ്ടേ എടുക്കത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും 7 മണി മുതൽ 7:15 വരെ അങ്ങനത്തെ ഒരു സമയം പറഞ്ഞു. അപ്പോഴെങ്ങാണ്ട എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ രാവിലെ പോയി. അപ്പോൾ ചേട്ടനൊക്കെയാണ് ആദ്യം എത്തിയത്. അപ്പോൾ അവരെടുത്ത് നമ്മൾ 6:15 ഇറങ്ങിയത്. പക്ഷേ എത്തിയതും 2 മണിക്കൂറോടെ എടുത്തു. 8:15 അടുപ്പിച്ച് ട്രാഫിക്കും കുറേ അടുത്തുണ്ടായിരുന്നു. പിന്നെ റോഡ് പണിയൊക്കെ നടക്കുകയല്ലേ, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇവരുടെ കളി കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട. ഇപ്പോൾ സ്നേഹമാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടും കൂടി ഭയങ്കര അടിയായിരിക്കും. ഇപ്പോൾ ഈ സ്നേഹം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വഴക്കാവുന്ന കാണാം. അവിടെ അക്കരെ വെച്ചിരിക്കുകയാണ് രണ്ടുപേരും കൂടി. അവനെന്താ ചെയ്തില്ലെന്നാ കൊടുത്തില്ലെന്നാ എന്താ പറഞ്ഞാണ് കയറി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ കെറു 5 മിനിറ്റ് മതി വെക്കങ്ങ് മാറാൻ. അവൻ വേണ്ട മാറിപ്പോന്ന് അനിയൻ പറയുമ്പോഴും അവൻ ഞാൻ വരും എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയായിരുന്നു നിന്നത്. കുറേ നേരത്തേക്ക് അവരുടെ കളിയും അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. കുറേ കഴിയുമ്പോൾ പിന്നെ അവരൊട്ടി. അവൻ മാറുമ്പോൾ പിന്നെ അവൻ നോട്ടി. അങ്ങനെ രാവിലെ മുണ്ട് ആണ് ഉടുപ്പിച്ചു കൊടുത്തത്. മുണ്ടും കൂടി ഉടുക്കണം പെൺകുച്ചുങ്ങളായാലും. അത് അവിടെ ചെന്നിട്ടാണ് മനസ്സിലായെങ്കിലും എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാനൊരു മുണ്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് വലിയൊരു മുണ്ടായിരുന്നു. അങ്ങനെ ആ മുണ്ട് മടക്കിയാണ് ഒട്ടിക്കുന്ന മുണ്ട് മടക്കിയാണ് ഞാൻ പിന്നെ ഒട്ടിച്ചു കൊടുത്തത്. കുറേയൊക്കെ നമ്മൾ വണ്ടി രാവിലെ പോയെങ്കിലും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ വെയിലായി, പിന്നെ 8 മണിയായി. അങ്ങനെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വന്നു. അമ്പലത്തിലും നിറച്ചും നല്ല ആൾക്കാരുണ്ടായിരുന്നു. ശബരിമല സീസൺ കൂടെയാണ്. കുറേ അയ്യപ്പന്മാരും ഒക്കെ ഉണ്ട്. നമ്മളവിടെ എത്തുന്നതിന് മുന്നേ അവർ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ എത്തിയായിരുന്നു. പിന്നെ അവർ അമ്പലത്തിൽ കയറി തൊഴുത്. ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൺ അവരുടെ അച്ഛനും അമ്മയും തൊഴുതുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ കയറിയത്. ഫോൺ അവിടെ വെക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്, ഫോൺ ഉള്ളിൽ കയറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഫോൺ അവരുടെ കയ്യിൽ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ കയറിയത്. പിന്നെ തൊഴുത് ഇറങ്ങിയപ്പോഴത്തേക്കും 8:30 ആകാണ്ടായി. കാപ്പിയെ കുടിച്ച് ഇറങ്ങിയപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ 8:30 പക്ഷേ എഴുതിപ്പ് 12:30 കഴിഞ്ഞേ നടക്കത്തുള്ളൂ. ശീവേലി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നടക്കത്തുള്ളൂ. ആദ്യമേ ഒരാൾ വന്ന് ടോക്കൺ തുണ്ടെടുത്ത് വെച്ചിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇത്രയും സമയമായതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് ലുലു മാളിലോട്ട് പോകാമെന്ന്. എന്തായാലും 12:30 ആയി. അതുവരെ അവിടെ ഇരിക്കേണ്ട, നമ്മൾ ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തൊരു അതല്ലേ ഇവൻ വിളിക്കുന്ന ബാ എന്ന്. പിന്നെ ലുലു മാളിൽ പോയാൽ പിന്നെ സമയം പോണ അറിയില്ല. വെക്കുന്നതിന് സമയമെല്ലാം പോയി. അത് കഴിഞ്ഞ് നമ്മുടെ പാർക്കിങ്ങിന് ഒരു സ്ലിപ്പ് തരും, QR കോഡൊക്കെ ഉള്ള. ആ സ്ലിപ്പിന് 20 രൂപയാണ്. അത് 20 രൂപയെന്ന് പറയുമ്പോൾ തിരിച്ച് പോകുമ്പോഴേ അറിയത്തുള്ളൂ 20 രൂപയാണെന്നുള്ളത്. എനിക്ക് ടൈമിനാണോ എന്തോ അത് സിസ്റ്റം എനിക്ക് അറിഞ്ഞൂടാ എത്ര രൂപയ്ക്കാണ്, അതോ ടൈമിനല്ല ഒരു പാർക്കിങ്ങിനാണ് ഈ റേറ്റ് എന്നോ അതും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ലുലുവിലൊക്കെ പോയി. ലുലു ഹൈപ്പറിലാണ് ആദ്യം കയറിയത്. ഹൈപ്പറിൽ കയറുമ്പോൾ എപ്പോഴും നമ്മൾ ലുലു പോയാലും ഈ ട്രോളി ഒരെണ്ണം എടുത്ത് വെച്ചേക്കും അവൻ ഇരുത്തിക്കൊണ്ട് തള്ളാൻ. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഈ സാധനം എന്തിനായാലും ഞാൻ എടുക്കും. എന്നാൽ അവനും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് എടുത്തുകൊണ്ട് നടക്കണ്ടല്ലോ, അവനെ വെച്ചുകൊണ്ട് പോകാമല്ലോ. പിന്നെ ഒരുവിധം ഉള്ളതിനെല്ലാം കുറേ ഓഫറുകളുണ്ടായിരുന്നു. എന്തോ സൂപ്പർ ഫ്രൈഡേയോ അങ്ങനെ എന്തോ പറയുന്നു ഓഫറാണ് ഇട്ടിരിക്കുന്നത് അവരെല്ലാത്തിനും. പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. 200% ഉയർത്തിയിട്ട് അതിൻ്റെ 50% എന്ന രീതിയിൽ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. കാരണം കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന രീതിയിലൊക്കെ ഉള്ളത് തന്നെ ഇപ്പോഴും കൊടുത്തേക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പിന്നെ ക്രിസ്മസിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് അതിനായിട്ട് സ്പെഷ്യലായിട്ടൊരു ഏരിയയിൽ അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ, ക്രിസ്മസ് ട്രീസും, പിന്നെ അതിനകത്ത് തൂക്ക് കഴിയുമ്പോൾ കുറേ സാധനങ്ങളും ബോളുകളും, പിന്നെ ഈശോ എന്നല്ലേ പറയുന്നത് തന്നെ അല്ലേ, അതിനെയൊക്കെ വെച്ചും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഫൺ ടൂറയിൽ നമ്മൾ പോയപ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് പിള്ളേരെ കുറേ ശരിക്കും പിള്ളേരുണ്ടായിരുന്നു. കാരണം ടൂറ് ഇവിടെ പോകുന്നവർക്കുള്ള
കാരണം അവരുടെ കുറേ യൂണിഫോമൊക്കെ ഇട്ട് കുട്ടി കുട്ടി പിള്ളേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിലും നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ ചുമ്മാ ഇരിക്കുന്ന കാറിൽ കയറ്റിയിരുത്തി അവൻ അങ്ങനെയൊക്കെ കയറിയാൽ മതി. അത് കളിക്കാനൊന്നും അറിഞ്ഞുകൂടല്ലോ. കളിക്കാറാകുമ്പോൾ ഉറപ്പായിട്ടും പറയും അവനത് കളിക്കണമെന്ന്. അപ്പോഴത്തേക്ക് പിന്നെ അപ്പോഴത്തെ ഇത് നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ കാർഡ് എടുക്കണമെങ്കിൽ 1200 രൂപയാണ്. പിന്നെ അതെടുത്ത് 5 വർഷത്തെ വാറൻറ്റി ഉണ്ട്. പിന്നെ അതെടുത്ത് ഇനി എപ്പോഴും വരുമ്പോൾ കളിച്ചാൽ മതി, എങ്കിലും കളിക്കാറാവട്ടെ എന്ന് കരുതി. എന്നിട്ട് എടുക്കാമല്ലോ. അപ്പോഴത്തേക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉറപ്പായിട്ടും എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ കറങ്ങി ഏതാണ്ടൊക്കെ 11:30 ആവാറായി. അപ്പോഴത്തേക്ക് നമ്മൾ എത്തിയത് അങ്ങ് പോയി തിരിച്ച്. പിന്നെ ഇങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു. കണ്ണും വായും ഒക്കെ അനങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ മോളിൽ നോക്കാൻ നേരത്ത് അതിൻ്റെ ലീഫ് മാത്രമേ അനങ്ങുന്നുള്ളായിരുന്നു. പിന്നെയാണ് മനസ്സിലായി മൊത്തത്തിൽ അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണ്ണീച്ചുകൊണ്ട് നല്ല ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അവൻ 5 മണിക്ക് എണ്ണീച്ചാണ്. ഫുഡ് അടിപൊളി കഴിഞ്ഞപ്പോൾ പിന്നെ പറയേണ്ട നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ നമുക്ക് തന്ന ഒരു തുമ്പലിനകത്ത് മുല്ലപ്പൂവിൻ്റെ ഒരു മാല തലയിൽ വയ്ക്കാനാണ്. അങ്ങനത്തെ ഒരു മാലയും തുളസി ഇലയും തെറ്റിയൊക്കെ വെച്ച് ആണ് പ്രസാദമായിട്ട് നമുക്ക് കിട്ടിയത്. കുങ്കുമോ ചന്ദനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിദ്യാരംഭത്തിൻ്റെ ഒരു നോട്ടീസും തന്നായിരുന്നു കുഞ്ഞിന്, എന്ന് പറയുന്നുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ ഉമ്മ.